മലയാളി അല്ലെങ്കിൽ കൂടിയും കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദം ഉണ്ടാക്കിയെടുത്ത നടനാണ് വിക്രം. 90കളിൽ നായകനായി വന്ന പല സിനിമകളും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലും തെലുങ്കിലുമൊക്കെ വേഷമിട്ടും അജിത്, പ്രഭുദേവ, അബ്ബാസ് തുടങ്ങിയ അന്നത്തെ യൂത്തന്മാർക്ക് ശബ്ദം നൽകി സിനിമാ ലോകത്ത് പിടിച്ചു നിന്നും മലയാളത്തിൽ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ജയറാമിനും പിന്നിൽ നാലാമത്തെ നായകനായി വരെ വേഷമിട്ടുമെല്ലാമാണ് നായക നിരയിലേക്ക് ഉയർന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ വിക്രം സ്ഥാനം പിടിച്ചത്. തമിഴ് സിനിമ ക്ലാസിലും മാസിലും ബോക്സ് ഓഫീസ് കണക്കിലും വിക്രം എന്ന താരത്തിനും ഇന്നും വലിയൊരു സ്ഥാനമുണ്ട്. ഇനിയൊരു 50 കൊല്ലത്തിനിപ്പുറവും ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിലുള്ള കഥാപാത്രങ്ങൾ വിക്രം ഇതിനോടകം ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിക്രം കേരളത്തിൽ വന്നിരുന്നു. കൊല്ലം പോളയത്തോട്ടിൽ പ്രവർത്തനം ആരംഭിച്ച RK വെഡിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിനെത്തിയ താരത്തെ വലിയൊരു ആരാധക വൃന്ദമാണ് വരവേറ്റത്. ഉദ്ഘാടന സമയത്തിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ താരത്തെ ഒരു നോക്ക് കാണാൻ ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും നന്നേ പാടുപെട്ടു. നിശ്ചയിച്ച സമയത്തിൽ തന്നെ വിക്രം സ്ഥലത്തെത്തി. തുടർന്ന് വേദിയിൽ കയറി സംസാരിച്ച താരത്തിന്റെ ഓരോ വാക്കിനും അകമ്പടിയായി ആരാധകരുടെ കരഘോഷവും ആരവും ഉണ്ടായിരുന്നു. ശേഷം നൂറുകണക്കിന് ആരാധകർക്കൊപ്പം ചിത്രമെടുക്കാനും താരം ഒരു മടിയും കാട്ടിയില്ല. കാണാനായി തടിച്ചുകൂടിയ ഓരോരുത്തരുടെയും മനം കവർന്നാണ് വിക്രം കൊല്ലത്ത് നിന്ന് മടങ്ങിയത്. വിക്രം കൊല്ലം ഇളക്കി മറിച്ചതിന്റെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കൊല്ലത്തുകാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വിക്രം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടിരുന്നു. വിക്രം പങ്കെടുത്ത ചടങ്ങിന്റെ അവതാരിക രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. വിക്രം മാത്രമല്ല, അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴെല്ലാം രഞ്ജിനിയാണ് അവതാരികയായി എത്താറുള്ളത്. കാരണം ജനക്കൂട്ടത്തെയും അതിഥിയെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിഷ്പ്രയാസം രഞ്ജിനിക്ക് സാധിക്കും. കൊല്ലത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു. പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയ വിക്രത്തെ രഞ്ജിനി ചുംബിച്ച വീഡിയോയാണിപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാവുന്നത്. ഏറെ നാളുകളായുള്ള പരിചയവും സൗഹൃദവും കൊണ്ട് തന്നെയാണ് വിക്രം യാത്ര പറയാൻ പറഞ്ഞപ്പോൾ ചുംബിച്ച് രഞ്ജിനി യാത്രയാക്കിയത്. എന്നാൽ രഞ്ജിനിയുടേത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവൃത്തിയായിരുന്നുവെന്നും ഇത് വിക്രം രഞ്ജിനിയോടാണ് ചെയ്തിരുന്നതെങ്കിൽ നടനിന്ന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നുവെന്നും ഒരു വിഭാഗം പറയുന്നു. രഞ്ജിനിയുടെ പ്രവൃത്തിയെ വിമർശിച്ച ഒരുപാട് പേരാണ് രംഗത്തെത്തിയത്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഡ്രമോ റിമാൻഡിലായനെ. വിക്രം രഞ്ജിനിയെയാണ് ഇത്തരത്തിൽ അനുവാദമില്ലാതെ ചുംബിച്ചിരുന്നതെങ്കിൽ അത് വലിയ വാർത്തയായി മാറിയേനെ. ആരും കരയേണ്ട, ഉമ്മ വെച്ചതിൽ വിക്രത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓണത്തിനിടയ്ക്ക് രഞ്ജിനിയുടെ പുട്ടുകച്ചവടം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ചിലർ ഗൗരി ലക്ഷ്മിയുടെ എന്റെ പേര് പെണ്ണ് എന്ന പാട്ടിന്റെ വരികൾ മാറ്റി എഴുതി രഞ്ജിനിയെ പരിഹസിച്ചും എത്തി. എന്നാൽ ചിലർ രഞ്ജിനിയും വിക്രവും തമ്മിലുള്ള സൗഹൃദത്തെ പിന്തുണച്ചും എത്തിയിട്ടുണ്ട്.